വർഷം 1957. എറിയാടിലെയും പരിസര പ്രദേശങ്ങളിലെയും പിഞ്ചോമനകൾക്കായി എറിയാടിന്റെ പൗരപ്രമുഖൻ കുഞ്ഞാൻ സാഹിബ് സ്ഥാപിച്ച എറിയാട് സ്കൂൾ 1983 മുതൽ പെരിന്തൽമണ്ണയിലെ ശാന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IMT ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. നീണ്ട 69 വർഷങ്ങളിൽ ഈ സ്ഥാപനം ഈ നാടിനു നൽകിയ സംഭാവനകൾ ചെറുതല്ല. 2025-26 അധ്യയന വർഷം എന്നത് എറിയാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ വിപ്ലവം നടന്ന വർഷമാണ്. സ്കൂളിലെ 34 ക്ലാസുകൾ ആധുനിക വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ രീതിയിൽ സ്മാർട്ടായ വർഷമാണ്. ഓരോ ക്ലാസ്സിലെയും രക്ഷിതാക്കളും അധ്യാപകരും കൈകോർത്തപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇന്നിന്റെ വിദ്യാഭ്യാസം നൽകുന്നതിനായി നമ്മുടെ ക്ലാസ് റൂമുകൾ സ്മാർട്ടാകുമ്പോൾ എല്ലാം ആകണമല്ലോ. ഈ വർഷം മുതൽ സ്കൂളിലെ ബെൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കായി. 2025-26 അധ്യയന വർഷം ജൂൺ 2 പ്രവേശനോത്സവത്തോടെ ആരംഭിച്ചു. അക്കാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കുട്ടികളുടെ പ്രിയപ്പെട്ട യൂസുഫ് അലി മാസ്റ്ററുടെ ഓർമ്മകളിലൂടെയാണ് ഈ വർഷം ആരംഭിച്ചത്. സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി ജൂൺ 3 മുതൽ 13 വരെ കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ നൽകി. ഒരു പ്രൈമറി വിദ്യാലയത്തിന്റെ മികവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിന്റെ LSS USS റിസൾട്ടുകൾ. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ 24 LSS-ഉം 27 USS-ഉം നമ്മുടെ കുട്ടികൾ നേടി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മാഗസിൻ നിർമ്മാണം, ക്വിസ് കോമ്പറ്റീഷൻ തുടങ്ങിയവ നടന്നു. ജൂൺ 19 മുതൽ 25 വരെ വായനാവാരം സ്കൂളിൽ നടന്നു. ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനങ്ങൾ, വാർത്താവായന മത്സരം, തലക്കെട്ട് നൽകൽ, പുസ്തക പരിചയം തുടങ്ങിയവ വായനാവാരത്തിന്റെ ഭാഗമായി നടന്നു. ഹിരോഷിമ നാഗാസാക്കി ദിനങ്ങളോടനുബന്ധിച്ച് സ്കൂളിൽ യുദ്ധവിരുദ്ധ പരിപാടികളും സംഘടിപ്പിച്ചു. ഈ വർഷത്തെ ഓണം സ്കൂളിൽ സമുചിതമായി ആഘോഷിക്കുകയും ചെയ്തു. ഓണാഘോഷത്തിന്റെ തലേദിവസം അമ്മമാരുടെ കലവറ നിറക്കൽ ഏറെ ശ്രദ്ധേയമായ പരിപാടിയായി. രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി 2000-ഓളം ആളുകൾ പങ്കെടുത്ത ഓണാഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള വടംവലി മത്സരം കാണികൾക്ക് ആവേശകരമായി. ഈ മത്സരത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ വിജയിച്ചു. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 6 മണിക്ക് വണ്ടൂർ മുതൽ എറിയാട് സ്കൂൾ വരെ മാരത്തോൺ സംഘടിപ്പിച്ചു. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ 7ാം ക്ലാസ്സിലെ അഭിരാമും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 6ാം ക്ലാസ്സിലെ ഐറിൻ അഫ്സലും 1ാം സ്ഥാനം നേടി. തുടർന്ന് ഗൈഡ്സ്, JRC, കരാട്ടെ കുട്ടികളുടെ മാർച്ചോടുകൂടി സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. നവംബർ 14 ശിശുദിനത്തിൽ കുട്ടികൾക്കായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ദിനങ്ങൾ വിവിധ പരിപാടികൾ നടത്തിപ്പോരുന്നു. 2025-26 അധ്യയന വർഷത്തെ PTA തെരഞ്ഞെടുപ്പ് നടന്നു. PTA പ്രസിഡന്റായി CK അബ്ദുൽ ബഷീർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി മനോജ് കുമാറിനെയും തിരഞ്ഞെടുത്തു. MTA തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ഷിബില തസ്നിയും സെക്രട്ടറിയായി മാഹിറ PAയും തിരഞ്ഞെടുക്കപ്പെട്ടു. സ്കൂൾ ജനറൽ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ ഹസ്വ സ്കൂൾ ലീഡറായും വൈസ് ലീഡറായി ഹിജാസും തിരഞ്ഞെടുക്കപ്പെട്ടു. കലാമേഖലയിൽ എന്നും എറിയാട് സ്കൂൾ മുന്നിലാണ്. ഈ വർഷം സബ് ജില്ലാ കലാമേളയിൽ സംസ്കൃതം കലോത്സവത്തിൽ തുടർച്ചയായ 2ാം തവണയും ഓവറാൾ 1ാമതായി. സംസ്കൃത നാടകം, സംഘഗാനം എന്നിവ ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. LP വിഭാഗം അറബി കലാമേളയിൽ ഓവറോൾ 2ാം സ്ഥാനത്തിനും എറിയാട് സ്കൂൾ സാക്ഷ്യം വഹിച്ചു. ജീവനക്കാർക്കായി വണ്ടൂർ HM ഫോറം സംഘടിപ്പിച്ച രംഗോളി കലാമേളയിൽ വിദ്യാലയത്തിലെ ജീവനക്കാർ വിവിധ സ്ഥാനങ്ങൾ നേടി. ശാസ്ത്രമേള, ഗണിതശാസ്ത്രമേള, സാമൂഹ്യശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സബ് ജില്ലയിൽ UP വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിൽ ഓവറോൾ 1ാം സ്ഥാനവും UP വിഭാഗം ഗണിതശാസ്ത്രമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും UP വിഭാഗം ശാസ്ത്രമേളയിൽ ഓവറോൾ 2ാം സ്ഥാനവും എറിയാട് സ്കൂൾ സ്വന്തമാക്കി. മേളകളിലെ ഈ വിജയം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ വണ്ടൂർ നഗരത്തിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തി. ശാസ്ത്രമേളയിൽ അധ്യാപകർക്കായിട്ടുള്ള ടീച്ചിംഗ് എയ്ഡ് മത്സരത്തിൽ സ്കൂളിലെ അധ്യാപകരായ കുട്ടി ഹസൻ മാസ്റ്റർ, മുഫീദ് ടീച്ചർ, ഷമീമ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. സബ് ജില്ലയിൽ 3 പേരും A ഗ്രേഡോട് കൂടി 1ാം സ്ഥാനം സ്വന്തമാക്കി.
ജില്ലാ ശാസ്ത്രമേളയിൽ മുഫീദ ടീച്ചർ എ ഗ്രേഡോടുകൂടി 3-ാം സ്ഥാനം നേടുകയും ജില്ലയിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടി ഹസൻ മാസ്റ്റർ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡോടുകൂടി 2-ാം സ്ഥാനം നേടി. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ഫസ്റ്റ് ബെൽ 3.0-ൽ ക്ലാസ് എടുക്കാൻ ഷമീമ ടീച്ചർക്ക് അവസരം ലഭിച്ചു. അറബിക് അധ്യാപകരുടെ സബ് ജില്ലാ കലാമേളയിൽ അഫ്സത്ത് ടീച്ചർ അറബിക് പദ്യം ചൊല്ലൽ, ഗാനം എന്നിവയിൽ 2-ാം സ്ഥാനം നേടി. വണ്ടൂർ ഉപജില്ലാ വിദ്യാരംഗം ഫോട്ടോഗ്രാഫി മത്സരത്തിൽ കമറുനിസ ടീച്ചർ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ലക്നൌവിൽ വെച്ച് നടന്ന ഗൈഡ് അധ്യാപകർക്കുള്ള ഉന്നത പരിശീലനമായ ഹിമാലയ വുഡ് ബാഡ്ജ് കോഴ്സ് വിദ്യാലയത്തിലെ സെൽവർ ടീച്ചർ പൂർത്തിയാക്കി. ഈ വർഷം നടന്ന വണ്ടൂർ സബ് ജില്ലാ UP വിഭാഗം കായികമേളയിൽ 70ഓളം സ്കൂളുകൾ മാറ്റുരച്ച ഉത്സവത്തിൽ അതുല്യമായ പ്രകടനത്തോടെ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി ഓവറാൾ ചാമ്പ്യന്മാരായി നമ്മുടെ സ്വന്തം AUPS എറിയാട് വീണ്ടും ചരിത്രം കുറിച്ചു. ഈ മഹാവിജയത്തിന്റെ തിളക്കത്തിൽ വ്യക്തിഗത ഇനങ്ങളിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇൻഡിവിജ്വൽ ചാമ്പ്യനായി തിരഞ്ഞെടുത്ത അറബി ക്ലാസ്സിലെ റസ്വാവിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഈ വിജയത്തിന് പിന്നിൽ അഹോരാത്രം പരിശ്രമിച്ച നമ്മുടെ കായികാധ്യാപകനായ ഉമേർ സാറിന് ഒരു വലിയ കയ്യടി നൽകാം. ഈ വർഷത്തെ സ്കൂൾ കായികമേള ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലപ്പുറം ജില്ലാ തലത്തിൽ നടന്ന വ്യത്യസ്ത ഗെയിംസ് ഇനങ്ങളിൽ AUPS എറിയാട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് 24 കുട്ടികൾ അണിനിരന്നു. സബ് ജില്ലാ ഗെയിംസുകളിൽ എറിയാട് സ്കൂൾ ടീമിന്റെ നേട്ടങ്ങൾ ഇങ്ങനെ: ബാസ്കറ്റ്ബോൾ ബോയ്സ് വിന്നേഴ്സ്, ബാഡ്മിന്റൺ ബോയ്സ് റണ്ണേഴ്സ്, കബഡി ബോയ്സ് സെക്കൻഡ് റണ്ണർ-അപ്പ്, ബാസ്കറ്റ്ബോൾ ഗേൾസ് വിന്നേഴ്സ്, ബാൾ ബാഡ്മിന്റൺ റണ്ണേഴ്സ്. പാഠഭാഗങ്ങളുടെ ഭാഗമായി വിവിധ ക്ലാസുകളിൽ ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. 3-ാം ക്ലാസ്സിലെ പാഠഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള മൃഗപരിചരണം കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി പെറ്റ് ഷോ സംഘടിപ്പിച്ചു. കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഏറ്റവും പുതിയ സൈബർ സുരക്ഷാ ഭീഷണികളെ കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് എന്ന ബോധ്യത്തിൽ സ്കൂളിൽ സൈബർ സുരക്ഷാ പ്രോഗ്രാം സംഘടിപ്പിച്ചു. 7-ാം ക്ലാസ്സിലെ വിളയിക്കാൻ നൂറുമേനി എന്ന പാഠഭാഗത്തിന്റെ ഭാഗമായി മുണ്ടേരിയിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തി. 7-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി പഠന വിനോദയാത്രകൾ സംഘടിപ്പിച്ചു. കുട്ടികളിലെ സർഗാത്മകത, മാനുഷിക മൂല്യം തുടങ്ങിയവ വളർത്തുന്നതിനായി സ്കൂളിൽ ഗൈഡ്സ്, JRC, കരാട്ടെ, തയ്യൽ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. കേരളപ്പിറവിയോടനുബന്ധിച്ച് ഗൈഡ്സ് വിദ്യാർത്ഥികൾ നടത്തിയ ഡിസ്പ്ലേ വളരെ ശ്രദ്ധേയമായി. സ്കൂളിന്റെ ഹൃദയഭാഗത്ത് മനോഹരമായ പൂന്തോട്ടവും വിവിധ പച്ചക്കറിത്തോട്ടങ്ങളും സ്ഥാപിച്ച് കുട്ടികൾക്ക് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കിയ NGCയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാണ്. LED ബൾബ് നിർമ്മാണ ശില്പശാലയും NGCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്താനും അച്ചടക്കം, വ്യായാമം, ലക്ഷ്യബോധം, സ്വയം പ്രാപ്തി, സ്വയം പ്രതിരോധത്തിനുള്ള കഴിവുകൾ എന്നിവ നേടാനും തോൽവിയെ നേരിടാനും സ്കൂളിൽ കരാട്ടെ ക്ലബ്ബ് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നു. ഈ വർഷത്തെ JRC സ്കാഫിംഗ് സെറമണി തിരുവാലി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ C. അമൃത ഉദ്ഘാടനം ചെയ്തു. സ്പെഷ്യൽ ടീച്ചറുടെ പരിശീലനത്തിൽ സ്കൂളിൽ തയ്യൽ പരിശീലനവും നടന്നുവരുന്നു. പഠന പിന്നോക്ക അവസ്ഥയുള്ള വിദ്യാർത്ഥികൾക്കായി വിവിധ പഠന പിന്തുണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, സയൻസ്, മാത്സ് തുടങ്ങിയ വിവിധ വിഷയങ്ങളിലെ ക്ലബ്ബുകൾ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്നിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്പെട്ടു. വിവിധങ്ങളായ മത്സര പരീക്ഷകളിലും വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷയിൽ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ യോഗ്യത നേടി. മലപ്പുറം ജില്ലാ ഹിന്ദി അധ്യാപക് മഞ്ച് 7, 9, 11 ക്ലാസുകളിൽ നടത്തിവരുന്ന വിജ്ഞാൻ സാഗർ പ്രതിഭാ പുരസ്കാരത്തിന് AUPS എറിയാട് സ്കൂളിലെ മിൻഷ, മെഹ്റിൻ, റയാൻ എന്നീ കുട്ടികൾ 1-ാം റാങ്കിന് അർഹരായി. ഹിന്ദി ഭാഷ പരിപോഷിപ്പിക്കുന്നതിനായി കേരള ഹിന്ദി പ്രചാരസഭ നടത്തിവരുന്ന സുഗമ ഹിന്ദി പരീക്ഷയിൽ 106 പേരിൽ 101 പേർ എ ഗ്രേഡ് കരസ്ഥമാക്കി. സുസജ്ജമായ ലൈബ്രറി, ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര ലാബുകൾ, LP UP വിഭാഗം കമ്പ്യൂട്ടർ ലാബുകൾ എന്നിവ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വണ്ടൂർ സബ് ജില്ലയിലെ 6 സ്കൂളുകളിലേക്ക് ടെക്സ്റ്റ് ബുക്കുകൾ വിതരണം ചെയ്യുന്ന സൊസൈറ്റിയാണ് എറിയാട് AUPS സ്കൂൾ. വിദ്യാലയത്തോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി വിദ്യാലയമാണ് എറിയാട് നഴ്സറി സ്കൂൾ. അക്കാദമിക മേഖലയിൽ ഈ സ്ഥാപനം ഏറെ മുന്നിട്ടു നിൽക്കുന്നു. എറിയാട് നഴ്സറി സ്കൂൾ ഇക്കഴിഞ്ഞ റെയിൻബോ ടാലന്റ് സെർച്ച് പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. LKG വിഭാഗത്തിൽ നിന്ന് 50 റാങ്കുകളും
16 ഡിസ്റ്റിങ്ഷനുകളും 10 ഫസ്റ്റ് ക്ലാസുകളും കരസ്ഥമാക്കി. UKG വിഭാഗത്തിൽ നിന്നും 30 റാങ്കുകളും 26 ഡിസ്റ്റിങ്ഷനുകളും 10 ഫസ്റ്റ് ക്ലാസുകളും നേടി. പാഠ്യേതര വിഷയങ്ങളിലും എറിയാട് നഴ്സറി സ്കൂൾ ഏറെ മുന്നിലാണ്. പഞ്ചായത്ത് തല പ്രീ പ്രൈമറി കലാമേളയിലും പ്രീ പ്രൈമറി കായികമേളയിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. ഈ വർഷത്തെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി കായികമേളക്ക് എറിയാട് സ്കൂൾ ആതിഥേയത്വം വഹിച്ചു. കായികമേളയിൽ AUPS നഴ്സറി 1ാം സ്ഥാനം കരസ്ഥമാക്കി. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള കുരുന്നുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് വരവേൽപ്പ് 2K26 അഡ്മിഷൻ മെഗാ കാർണിവൽ സംഘടിപ്പിച്ചു. അന്നേ ദിവസം അഡ്മിഷൻ എടുത്ത മുഴുവൻ കുട്ടികൾക്കും വെൽക്കം കിറ്റുകൾ സമ്മാനമായി നൽകി. കൂടാതെ കുട്ടികൾക്കായി നിരവധി ഗെയിമുകളും സംഘടിപ്പിച്ചു. അധ്യാപകർ കുട്ടികളെ ആടിയും പാടിയും വരവേറ്റു. ഈ വിജയത്തിന് എല്ലാം പിന്നിലെ ഫോർമുല മറ്റൊന്നുമല്ല, കാഴ്ചപ്പാടുകളുള്ള ഒരു മാനേജ്മെന്റ്, ജീവിതം സ്കൂളിനായി സമർപ്പിച്ച അധ്യാപകർ, ഏത് പ്രതിസന്ധിയിലും സ്കൂളിനെ താങ്ങി നിർത്തുന്ന PTA MTA, പിന്നെ ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ. നമ്മുടെ വിദ്യാലയം ഇനിയും പുതുവിജയങ്ങൾ സൃഷ്ടിക്കട്ടെ. നമ്മുടെ മക്കൾ ഉയരട്ടെ.